കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ 3 തരം സർബത്തുകളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ, പച്ചമുളക്, കരയാമ്പൂ, ഇഞ്ചി, ഐസ് ക്യൂബ്, പഞ്ചസാര, പിന്നെ വെള്ളം. നല്ല തണുത്ത വെള്ളം തന്നെ വേണം ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പം യു എയിലൊക്കെ ആണെങ്കിലും ചൂട് തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലൊക്കെ നല്ല ചൂട് തന്നെയാണ്. മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ ചൂട് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ജ്യൂസാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ഇത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി വലിപ്പമുള്ള 2 തരം ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2 എണ്ണം നമുക്ക് എടുത്താൽ മതിയാവും. 2 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതല്ലെങ്കിൽ ഇതാണെങ്കിൽ 3 എണ്ണം ആദ്യം നമുക്ക് ഇട്ട് നോക്കാം. അതിനുശേഷം പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചേർക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചെറുനാരങ്ങ തൊലി കളയേണ്ടതുണ്ട്. സാധാരണ ഇത് പിഴിഞ്ഞെടുക്കല്ലേ വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്കിന്ന് കളയേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ 2 അറ്റവും ഇതുപോലെ ആദ്യം കട്ട് ചെയ്യുക. അതിന് ശേഷം ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി ചീന്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഞാൻ മാണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ചീന്തി എടുക്കണം. ഈ വെള്ള പാർട്സ് ഇതുപോലെ ചീന്തി കളയണം. ഇതേപോലെയാണ് നമ്മൾ സ്കിൻ എടുക്കേണ്ടത്. ഇതേപോലെ 2 അറ്റം ആദ്യം കട്ട് ചെയ്യണം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഓരോ ഭാഗത്തും മാണ്ടിട്ട് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല പച്ച പോലത്തെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് പോകണമെന്നില്ല. വീട്ടിൽ 2 ദിവസമൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കല്ലെങ്കിൽ പഴുത്ത ചെറുനാരങ്ങ ആണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ വെള്ള ഭാഗം കഴിയുന്നത് നമ്മൾ ഇതുപോലെ ചീന്തി എടുക്കാൻ നോക്കണം. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം നമുക്കിത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ തോന്നും. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം തൊലി കളഞ്ഞ് വയ്ക്കാം. നാരങ്ങ ഇവിടെ ഞാൻ 4 എണ്ണം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞ് ചിലപ്പോൾ നല്ല പാടായിരിക്കും. ഒരെണ്ണം ഞാൻ തൊലി കളഞ്ഞപ്പോൾ കുറച്ച് ശരിയായി കിട്ടിയിട്ടില്ല. അപ്പോൾ 4 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുരുവില്ലാതെ ഇതേപോലെ ചെത്തിയിട്ടിട്ട് കുരുവില്ലാതെ ചെത്തിയിടണം. കുരു ഇട്ട് കഴിഞ്ഞാൽ കുരു കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ജ്യൂസ് അടിച്ച ഉടനെ തന്നെ കുടിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വെച്ചിരിക്കും തോറും ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. കുരു ഇല്ലാതെ തന്നെ വേണം ഇത് ചെത്തിയിടാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി നാരങ്ങക്കൂടി ഇതിലേക്ക് ചെത്തിയിടാം. 4 നാരങ്ങയും ഞാൻ ഇതിൽ ചെത്തിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം മതി, ഒരുപാട് കൂടുതലാവരുത്. അപ്പോൾ നമുക്കത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് അരിയാതെ ഒരു കട്ടിംഗ് പ്ലേറ്റിൽ വെച്ചിട്ട് അരിഞ്ഞാൽ മതിയാവും കുട്ടികളൊക്കെ ആണെങ്കിൽ. പിന്നെ നമുക്ക് 2 കരയാമ്പൂവാണ് ഞാൻ ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് ജ്യൂസിന് ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല പുളി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം ഐസ് ക്യൂബ് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല തണുത്ത വെള്ളമാണ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അറിയാനായിട്ട് പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം നമുക്ക്. ജ്യൂസ് ഇവിടെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഏകദേശം ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം.
ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ആവശ്യത്തിനുണ്ട്, പുളിയും ആവശ്യത്തിനുണ്ട്. അപ്പോൾ നാരങ്ങ എടുക്കുമ്പോൾ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നാരങ്ങയുടെ എണ്ണം കൂട്ടണം. വലിയ നാരങ്ങ ആണെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം വലുതെടുത്താൽ ആവശ്യത്തിന് പുളി ഉണ്ടാവും. ഞാൻ അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സിയിൽ അടിച്ചതാണിത്. ഇത് രണ്ടാമത് അടിക്കണമെന്നൊന്നുമില്ല. രണ്ടാമത് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു പതയായിട്ട് ഇത് സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇത് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അരിക്കാതെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല എരിവുള്ള പച്ചമുളകല്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കുരുവൊക്കെ നന്നായി ഇളകി പോരാനായിട്ടൊന്ന് നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ജ്യൂസിലിട്ടിട്ട് ഈ കുരുവെല്ലാം ഇത് പതുക്കെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം ഇതിനുള്ളിലോട്ട് ഈ ജ്യൂസിലോട്ട് ഇറങ്ങിയിട്ട് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ചില്ലിയുടെ ടേസ്റ്റും നാരങ്ങയുടെ പുളിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നന്നായി തിരുമ്മി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ജ്യൂസിലോട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേത് നമുക്ക് റെഡിയാക്കാം. ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത ജ്യൂസായിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ ജ്യൂസ് അടിച്ച വശം തന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യണം. എന്നാലേ നമ്മൾ വിചാരിച്ചായിട്ട് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണിത്. കറിയാമ്പൂവിൻ്റെ ടേസ്റ്റും ചില്ലിയുടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ പുളിയൊക്കെ കൂടിയുള്ള ഒരു വെറൈറ്റി ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്കിനി അടുത്ത ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അടുത്ത ജ്യൂസ് ഞാൻ തയ്യാറാക്കുന്നത് ചെറുനാരങ്ങയും പുതിനയില, ഇഞ്ചി ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഞാൻ അടുത്ത ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇത് സോഡയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് തണുത്ത വെള്ളം. സോഡ നമുക്ക് നാട്ടിൽ നല്ല സോഡ കിട്ടുകയാണെങ്കിൽ സോഡ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പഞ്ചസാര വേണം, ഐസ് ക്യൂബ്സ് വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചെറുനാരങ്ങ ഞാൻ മുന്നത്തെ ജ്യൂസിൽ കാണിച്ച പോലെ ഈ 2 അറ്റവും കട്ട് ചെയ്തതിന് ശേഷം ഈ തൊലി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ചെറുനാരങ്ങ ഞാനിവിടെ ഇതേപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വെളുത്ത ഭാഗങ്ങളുണ്ട് വെച്ചെങ്കിൽ അത് കഴിയുന്നതും എടുത്ത് കളയണം. അതല്ലെങ്കിൽ വെളുത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അത് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതേപോലെ നമുക്ക് കളഞ്ഞു വെക്കണം. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുളിക്കനുസരിച്ചിട്ട് എത്ര ചെറുനാരങ്ങ ചേർക്കുന്നതെങ്കിൽ അത്രയും ചേർക്കണം. നമുക്കിതിലോട്ട് കുരുയില്ലാതെ മിക്സിയിലേക്ക് ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയ നാരങ്ങയിൽ അധികം കുരുവില്ല. കുരു തീരെ പെടരുതാൻ ശ്രദ്ധിക്കണം. നമുക്ക് ബാക്കി ചെറുനാരങ്ങ ഞാനിവിടെ അരിഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ഒരു ചെറിയ കഷ്ണമാണ് നമുക്ക് ഇതിലോട്ട് കൊടുക്കേണ്ടത്. ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 2 തണ്ട് പുതിനയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടി കൂടിയ തണ്ട് എടുക്കണ്ട. ഈ തുമ്പ് ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 ഐസ് ക്യൂബ്സും ഇതിലിട്ട് കൊടുക്കാം. നന്നായി അടിച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ആദ്യം ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അരച്ച് കൊടുക്കുന്നത്, മിക്സിയിൽ അടിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് സോഡ ഒഴിച്ചു കൊടുത്താൽ മതി.
ജ്യൂസ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് സോഡ ചേർക്കാം. ഇവിടെ ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കിതിൽ പാകത്തിന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പല്ല, പഞ്ചസാര നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ ആവശ്യത്തിന് പഞ്ചസാരയുണ്ട്. നമുക്കിനി ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇവിടെ നമ്മൾ പുതിന, നാരങ്ങയും ഇഞ്ചിയും ചേർത്ത ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഭയങ്കര വെറൈറ്റി ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ജ്യൂസ് അടിച്ച ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യണം. അതല്ലെങ്കിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി ഇത് അടുത്ത ജ്യൂസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അടുത്ത സർബത്ത് ഞാൻ 7up ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു 7upൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില, ഒരു ചില്ലി, ഒരു ലെമണ് ഞാനിത് എടുത്തിട്ടുള്ളൂ, ഒരു കഷ്ണം ഇഞ്ചി, പഞ്ചസാര, ഐസ് ക്യൂബ്, പിന്നെ കുറച്ച് തണുത്ത വെള്ളം. ഈ തണുത്ത വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നാരങ്ങ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി 2 മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില അതിൻ്റെ തുമ്പ് ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതിലോട്ട് പഞ്ചസാര ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മധുരം കൂടുതൽ തോന്നുന്നവർക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതറിയാനുള്ള വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് 7up ചേർത്ത് കൊടുക്കാം. ജ്യൂസ് ഞാൻ നന്നായി അരിച്ചെടുത്തിട്ട് ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനോട്ട് 7up ചേർത്ത് കൊടുക്കാം. ഈ 3 തരം സർബത്തും 3 ടേസ്റ്റാണ്. 7up ചേർത്ത് കൊടുക്കുന്നതിന് വേറെ ടേസ്റ്റ്, അതേസമയം സോഡ ചേർത്ത് വേറെ ടേസ്റ്റ്, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തത് വേറെ ടേസ്റ്റ്. അങ്ങനെ 3 വ്യത്യസ്തമായ സർബത്താണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മധുരമൊക്കെ നോക്കാം. അതിന് ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ. കറക്റ്റ് മധുരമുണ്ട്. മധുരം കൂടുതൽ ഉള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി 7upൽ മധുരം ഉള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി ചെയ്യാനുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ ആദ്യത്തെ സർബത്ത് ഉണ്ടാക്കുന്നതിൽ കാണിച്ച പോലെ തന്നെ ഇതൊന്നും നമ്മൾ കൈയിനുള്ളിൽ വെച്ചിട്ടൊന്ന് നമ്മൾ നാരങ്ങയൊക്കെ എടുക്കാനായിട്ട് നാരങ്ങയുടെ നമ്മളൊന്ന് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ താഴ്ത്തി വെച്ചൊന്ന് ഉടയ്ക്കുന്ന പോലെ ഇതൊന്ന് ഉടച്ചെടുത്താലേ ഇതിൻ്റെ ഉള്ളിലുള്ള കുരു എല്ലാം ഒന്ന് ഇളകിപ്പോരും. അതേപോലെ തന്നെ ഇത് രണ്ടും അതേപോലെ ചെയ്യുക. അതിന് ശേഷം ഇത് ഇതേപോലെ കീറിയതിന് ശേഷം ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒന്ന് തിരിപ്പിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടിയാൽ ഇതിലത്തെ കുരു എല്ലാം ഇതിലേക്ക് പോകും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുളക് ഒഴിവാക്കാം. അപ്പോൾ ഈ രണ്ടും നമുക്കിതേപോലെ തന്നെ ചെയ്യാം. 7up ഉപയോഗിച്ചുള്ള സർബത്തും ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2ലും മുളകൊക്കെ നന്നായി ഞരടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുതിർന്നവർക്കെല്ലാം കുഴപ്പമില്ല. അപ്പോൾ അത് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഓരോ ദിവസം ഓരോന്നാക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയി. അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കുമ്പോഴും ഐസ് ക്യൂബ് ചേർക്കണം. ഞാനതിൽ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത ജ്യൂസോട് കൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്.
അപ്പോൾ ഇവിടെ മൂന്ന് രുചിയിലുള്ള സർബത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ താങ്ക് യു.